ലിറ്റിൽ LF ഹോസ്പിറ്റലിൽ അങ്കമാലിൽ 6 ദിവസം ഇവിടെ അപ്പച്ചൻ കിടക്കണം. നിങ്ങൾ 6-ാം ദിവസം അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യുന്നത് കണ്ടു വന്നാൽ മതി. അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കാരണം അപ്പച്ചൻ ഇത്തിരി വയലൻ്റ് ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ സ്ട്രോക്ക് വന്നത് ബ്രെയിനിലെ സ്റ്റെമ്മും തലാമസ് എന്ന് പറഞ്ഞ 2 ഏരിയയിലാണ്. അതൊന്ന് മെമ്മറീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് അപ്പച്ചൻ ആ വയലൻ്റ് ബിഹേവിയറിലേക്ക് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് ബുക്ക് ചെയ്തു. അപ്പച്ചനെ 6-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പച്ചൻ വീട്ടിലേക്ക് വരുന്നത് ഒരു പെസഹ വ്യാഴാഴ്ച. അന്ന് വൈകുന്നേരം ഞാനും എത്തി. ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും അപ്പച്ചൻ ശാന്തനായിരുന്നു. പക്ഷേ ഈസ്റ്റർ ഞായർ പിറ്റേ ദിവസം തിങ്കളാഴ്ചയും രാത്രിയും പകലും അപ്പച്ചൻ 1 മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല. 1 മിനിറ്റ് പോലും ഉറങ്ങാതെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തും പ്രതീക്ഷിച്ച് പോയാൽ മതി. അന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം 5 മണി ആയപ്പോഴേക്കും അപ്പച്ചൻ്റെ ബിഹേവിയർ ടോട്ടലി ചേഞ്ചായി. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പച്ചനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 20 ദിവസത്തോളം അപ്പച്ചൻ അവിടെ കിടന്നു. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 20 വരെ. ആ ദിവസങ്ങളിലെല്ലാം പല വ്യക്തികളും, ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പലരും വന്ന് അപ്പച്ചനെ കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന്. അവരെല്ലാവരും ഓരോന്ന് പറയേണ്ടത് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ വിപരീതം പറയാനോ നിന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ. ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാ. ആ ഉടമ്പടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാ. അതിലൊരു മാറ്റവും ഇല്ല. ഇതൊരു പരീക്ഷണോ. ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ. അതാ ഞാൻ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. 4 ഡോക്ടേഴ്സ് അപ്പച്ചനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്.